ഹേയ്, ഇമ്രാൻ എന്ന മലയാളം കണ്ട എക്കാലത്തെ മികച്ച ബ്രഹ്മാണ്ഡ ചിത്രത്തെക്കുറിച്ച് ഇപ്പം 2-3 ദിവസമായിട്ട് വരുന്ന വാർത്ത കാണുമ്പം നമ്മൾ മറ്റേ എമ്പുരാൻ സിനിമയിൽ ഘോർത്തം പറയുന്ന ഡയലോഗ് തന്നെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല, ജഗത്താൻ്റെ സ്വന്തം നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലുന്ന ആ ഒരു പ്രമേയത്തെപ്പറ്റി ഒരു സിനിമ വരുമ്പോൾ സ്വന്തം ജാതിയെ പറഞ്ഞിട്ടുണ്ടോ, സ്വന്തം മതത്തെ പറഞ്ഞിട്ടുണ്ടോ, സ്വന്തം രാഷ്ട്രീയത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുകയും അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള ആൾക്കാരുടെ നാട്ടിൽ നമ്മളിപ്പോൾ ഇന്ന് ജീവിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഒരു റിപ്പോർട്ടർ ടി വിയിലെ സുജയ പാർവതി വളരെ അഭിമാനത്തോടു കൂടിയൊക്കെ പറയുന്നത് കേട്ടു. എന്താണ് 17 മിനിറ്റ് കട്ട് ചെയ്യും. പിന്നെ ബേസിക്കലി അവരൊരു സംഖ്യ എന്ന് പറഞ്ഞാൽ മണ്ടത്തരാണ്. ഇവർ ചെയ്യുന്ന ജോലിയോടും പറയുന്ന വർത്തമാനത്തോടും ഒരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവർ വലിയ അഭിമാനത്തോടു കൂടിയാണ്, വലിയ ആത്മസംതൃപ്തിയോടുകൂടിയാണ് 17 മിനിറ്റ് കട്ട് ചെയ്യും. പിന്നെ എന്നാ പറയുന്നത്, മോഹൻലാലിനെ പൃഥ്വിരാജ് പറ്റിച്ചതാണ് പ്രിവ്യൂ പോലും കാണിക്കാമെന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് മോഹൻലാൽ തന്നെ പറയുന്ന വീഡിയോ ഒക്കെ വന്നു, മോഹൻലാൽ പടം കണ്ടതാണ്. ഇതിന് മോഹൻലാലിനെ പറ്റിക്കും, മോഹൻലാൽ എന്നാണ് ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടിയോ, കഥ കേൾക്കാതെ അഭിനയിച്ചു. അത് ആൻ്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൻ്റെ കഥ മോഹൻലാലിന് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഇമാതിരി മണ്ടത്തരം വലിയ അഭിമാനത്തോടുകൂടി വന്നിരുന്ന് വിളിച്ചു പറയുകയാണ് അവരൊരു ചാനലിൽ. എഡിറ്റോറിയൽ ബോർഡ് അങ്ങൊക്കെയാണ് അവരാക്കി വെച്ചേക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ചാനലിൻ്റെ അവസ്ഥ, നാടിൻ്റെ അവസ്ഥ, അതിനപ്പുറം ഇതിൻ്റെ അകത്തൊന്നുമില്ല. മണ്ടത്തരം പറയുക, എന്നിട്ട് അതിൽ അഭിമാനങ്ങൾ. അവർ ചില കാര്യങ്ങളൊക്കെ അവർ പക്ക സംഖ്യയാണ്. RSSനെ കാര്യങ്ങൾ അവർ പറയുന്ന, അവർ കൈയൊക്കെ ചുരുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നേക്കുമ്പോഴേക്കും ഭയങ്കര അഭിമാനം ബോധത്തോടുകൂടി അത് പ്രത്യേകിച്ച് ഇവർക്കത് പറ്റും, ഇവരങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് മലയാള സിനിമയെ പറ്റിയാണ്, മലയാള സിനിമ ലോകത്തെ പറ്റിയാണ്. ഈ അമ്മ, ഫെഫ്ക പോലുള്ള സംഘടനകൾ അതൊക്കെ പിരിച്ചുകൊണ്ട നേരം കഴിഞ്ഞ്. ഇത്രയും സംഭവം ഉണ്ടായി, ഇതുപോലെ അമ്മയുടെ പ്രസിഡൻറ്റിന് ഒരു ഇത് വന്നു, ഇത്രയും സൈബർ അറ്റാക്ക് നേരിട്ടു, എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് പുറത്തു വരുമോ? ഒന്നും ചെയ്തില്ലല്ലോ. സിനിമ എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതെങ്ങനെ വേണം എന്ന് വേറൊരാൾക്ക് നിഷ്കർഷിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു സംഭവം എടുത്തിരിക്കുന്നത് സയ്യിദ് മസൂദ് എന്നതിൻ്റെ അകത്തെ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി പറയാനാണ്. അല്ലാണ്ട് പുള്ളി മറ്റേ ഗുജറാത്ത് കലാപത്തിൻ്റെ ഡോക്യുമെൻ്ററി അല്ല ചെയ്തത്. ഇതാ ജസ്റ്റ് ഒരു ക്യാരക്ടറിലൂടെയാണ് ആ കഥ പോകുന്നത്. ഈ ഒരു സംഭവം മാത്രമല്ല ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്, എന്തെല്ലാം സംഭവങ്ങളുണ്ടായി ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു. ഇല്ല, ഇതാ ഒരു ക്യാരക്ടറാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും ഇല്ലാത്തവർ ചുമ്മാ പുള്ളിയെയും തെറി പറഞ്ഞ്, മോഹൻലാലിനെയും തെറി പറഞ്ഞ് ഇത്രയും കാലം ലാലേട്ട എന്ന് വെച്ചാൽ ലാലേട്ടന് ഇവർ സംഖ്യയായിട്ട് ഇവർ തന്നെ കണക്കാക്കിക്കൊണ്ട്, എന്നിട്ട് ഇവർ ലാലേട്ട എന്നും പറഞ്ഞിരുന്ന് ലാലേട്ടൻ്റെ പുറകെ പറഞ്ഞുകൊണ്ട് കിടന്ന് ഇവ ലാലേട്ടനെയും തെറി പറയുന്നു, പൃഥ്വിരാജിനെയും തെറി പറയുന്നിട്ട് ആ ലാലേട്ടനെ കൊണ്ട് മാപ്പ് വരെ പറയിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. മോഹൻലാൽ പോലൊരു നടൻ മാപ്പ് പറയേണ്ടി വന്നു. ഏറ്റവും വിഷമകരമായ മലയാള സിനിമയിൽ നിന്ന് ആരും ഇതിന് സപ്പോർട്ട്. ഇതൊക്കെ ഈ തമിഴിലെങ്ങനെയാണ് സംഭവിച്ചിരുന്നെങ്കിൽ അവന്മാരെല്ലാത്തിനും എടുത്ത് ഉടുത്തേനെ. ഇപ്പം തമിഴ് നമുക്കറിയാം വിജയ്ക്ക് സംഭവിച്ചത്, കമലഹാസന് സംഭവിച്ചത്. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ സേഫ് സോണിൽ ഇരുന്ന് കളി കാണുന്ന ആൾക്കാരൊന്നുമല്ല അവർ. അവർക്കൊരു പ്രശ്നം വന്നാൽ അവരെല്ലാവരും ഒന്നിച്ച് നിൽക്കും. ഇതുപോലെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കുക. എന്നാൽ പിന്നെ ഈ പടത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെ പറഞ്ഞത് മുഴുവൻ കട്ട് ചെയ്തിറക്കിയ ഈ പടം എനിക്കൊന്നൊരു 20 മിനിറ്റ് 30 മിനിറ്റ് ഈ പടമുള്ളൂ. അതിൽ കോൺഗ്രസിന് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, CPM പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെയും, രാഹുൽ ഗാന്ധിയുടെ റെഫറൻസ്, പ്രിയങ്ക ഗാന്ധിയുടെ റെഫറൻസ്, എന്തെല്ലാം കോൺഗ്രസിനെ പറഞ്ഞേക്കുന്നത്, എന്തെല്ലാമാണ് CPM പറഞ്ഞേക്കുന്നത്. ഇവർക്കാർക്കും ഒരു പ്രശ്നമില്ല. ഇതാണ് ഈ ഫാസിസം എന്ന് പറയുന്നത്. ഇതാണ് ഇവരെപ്പറ്റി ഒന്ന് പറയാൻ പോലും അനുവദിക്കത്തില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇതിലെ ഒരു ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിൽ മാപ്പ് പറയുന്നു, കട്ട് ചെയ്യാൻ പോകുന്നു. ഇത് കേരളമാണ് എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചിരുന്നൊരു സമയമുണ്ട്. പക്ഷെ അവിടെ നിന്നും ശരിയാണ്, ഇവർക്കും പേടി കാണും, ഇവർക്ക് ഇനിയും പടങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ തമിഴ്നാട് സിനിമാ ലോകത്തേക്ക് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. വിശാൽ, അജിത്ത്, വിജയ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, കമലഹാസന്, അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇത് വളരെ സങ്കടമുള്ളൊരു കാര്യം.
അത് പറയണമെന്ന് തോന്നി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ എനിക്ക് തോന്നുന്നത് ഈ സിനിമ എല്ലാം ഇറക്കുന്നതിന് മുമ്പ് പ്രൊഡ്യൂസറും ഡയറക്ടറും മെയിൻ ആക്ടറും വന്നിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന പ്രസിഡന്റുമാരെയും വിളിച്ചിട്ട് പടം ഇട്ട് കാണിക്കണം. ഇതൊക്കെ കട്ട് ചെയ്യാവും, ഇതൊക്കെ കട്ട് ചെയ്യണം. എനിക്കൊന്നും എല്ലാം കാണിക്കണ്ട. എനിക്കൊന്ന് ഈ സംഘപരിവാറിൻ്റെ BJP സംസ്ഥാന പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും സകല ആൾക്കാരെയും വിളിച്ചിട്ട് പടം കാണിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ട് അവരുടെ ഒരു സെൻസർഷിപ്പ് മേടിക്കണം. എന്നിട്ട് വേണം അടുത്ത സെൻസർഷിപ്പിന് മുകളിലോട്ട് അയക്കാൻ. എന്തൊരവസ്ഥയാണിത്. മലയാള സിനിമയിൽ നമുക്ക് നേരത്തെ ഒരു തിലകനുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു പൃഥ്വിരാജുണ്ട്. ഇതൊക്കെ അവർക്ക് സപ്പോർട്ട് കൊടുക്കാനോ അവർക്കൊന്ന് പിന്തുണയ്ക്കാനോ ആരുമില്ലാത്ത വളരെ സങ്കടകരമായ ഒരവസ്ഥ. വിഷമം വന്നത് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഹോപ്പ്ഫുള്ളി വൺ ഡേ ദിസ് ലാൻഡ് വിൽ ബിക്കം ഗോഡ്സ് ഓൺ കൺട്രി.